വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പരീക്ഷണങ്ങളും സോഷ്യൽ മീഡിയയിലെ പല ടൈപ്പ് ഓഫ് ടിപ്പുകളും പരീക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ചിലർ വെയിറ്റ് ലോസ് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ മലയാളികളൊന്നും എടുത്തു പറയുന്നില്ല, അധികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നത് പെട്ടെന്ന് റിസൾട്ട് വേണം, പെട്ടെന്ന് എങ്ങനെ ഒരു മാസം കൊണ്ട് ഒരു 5 കിലോ കുറയ്ക്കാം, 10 കിലോ കുറയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെ കടന്ന ആഡുകളിൽ പെട്ടെന്ന് പോയി വീഴുന്നവരുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം, അത് ഇന്നൊരു രീതിയിലൂടെ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഇന്ന വെള്ളം തിളപ്പിച്ച് കുടിക്കുക, ഇന്ന പൊടി കലക്കി കുടിക്കുക. അങ്ങനത്തെ ഒരുപാട് ക്രാഷ് ഡയറ്റുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സുലഭമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല. അതെടുക്കാതെ വരുന്ന ഇപ്പം എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ആയാലും ഒരു 10 പേര് വരുന്നുണ്ടെങ്കിൽ അതിൽ 5 പേരും അത്തരം ക്രാഷ് ഡയറ്റുകൾ എടുത്തിട്ട് വരുന്നവർ തന്നെയാണ്. നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ കീറ്റോ പറയാം, ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ടൂ മച്ച് ആയിട്ട് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഉലുവ വെള്ളം കുടിച്ചോളൂ, നാരങ്ങ നീരിൽ തേനൊഴിച്ച് ഉറവായിട്ട് കുടിച്ചോളൂ, ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് അത് അൾസറും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, എസ്പെഷ്യലി ഗട്ട് ഡാമേജ് ആയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് ലോസ് വലിയ ടിപ്പ് പോലെയോ അങ്ങനെയല്ല, നിങ്ങൾ ഇത് ചെയ്താൽ വെയിറ്റ് കുറയുന്നത് അങ്ങനെയല്ല, നിങ്ങൾ എന്ത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാര്യം ഞാൻ നിങ്ങളുടെ ടു ബി ഫ്രാങ്ക് തുറന്നു പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്യാതിരുന്നാൽ തന്നെ ഒരുവിധം ഹെൽത്ത് അവിടെ സ്റ്റേബിൾ ആയിട്ടിരിക്കും. അഫ്കോഴ്സ് നിങ്ങൾക്ക് ഒബീസിറ്റി കാണും, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് കാണും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവും. അത് സ്ലോലി വെയിറ്റ് കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു നോർമൽ ബാലൻസ്ഡ് ഡയറ്റ് എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുക. അപ്പോൾ പറഞ്ഞു വന്നത്, ക്രാഷ് ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറച്ചവരുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ കമൻറ്റ് ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾക്ക് ഇപ്പോഴും ആ വെയിറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പോയിന്റ്. ക്രാഷ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ വെയിറ്റ് സസ്റ്റെയിൻ ചെയ്യില്ല, നിലനിർത്താൻ പറ്റില്ല. അതിന് ഒരു ഉത്തമ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരുവിധം ഒരു പഴയകാല ചിന്തയാണ് കേട്ടോ അത്. ചോറ് കഴിക്കാതെ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ചോറ് കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റുക, രാവിലെ ഉച്ചയ്ക്ക് രാത്രി ചപ്പാത്തി, അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് രാത്രി മില്ലറ്റ്, അല്ലെങ്കിൽ സ്മൂത്തീസ്, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫുഡുകളിൽ മാത്രം എന്ത് ചെയ്യുന്നു, ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നോർമൽ നമ്മുടെ സൗത്ത് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ ഇവിടുത്തെ കൾച്ചറിനോടനുബന്ധിച്ച് നമ്മൾ റൈസൊക്കെ കഴിക്കുന്നു. സാധാരണ നമ്മൾ ഇഡ്ഡലി, ദോശ, നല്ല ഹെൽത്തി ഫുഡ്സ് ആണ്. സോ അത് നമ്മൾ കഴിക്കുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കുകയാണ്. പെട്ടെന്ന് നമ്മളൊരു ഡയറ്റ് എടുക്കുകയാണ്, കീറ്റോ പോലെ വാട്ടെവർ എന്തോ ആയിക്കോട്ടെ, ഒരു ക്രാഷ്. അപ്പോൾ നമ്മൾ റൈസൊക്കെ മാറ്റി വയ്ക്കുന്നു, രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഒരു പ്രോട്ടീൻ പോലെ, അല്ലെങ്കിൽ വെജ് മാത്രം, ഫ്രൂട്ട്സ് ഡയറ്റ് കേട്ടിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. സോ ഇതൊക്കെ വെച്ചിട്ട് ഡയറ്റ് എടുത്ത് നിങ്ങൾ കുറച്ചോളൂ. 10 കിലോയോ 20 കിലോയോ 30 കിലോയോ നിങ്ങൾ കുറച്ച്, നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി വളരെ സക്സസ് ആയിട്ടുണ്ട്. സ്ലിമ്മൊക്കെ ആയി, സുന്ദരനും സുന്ദരികളൊക്കെ ആയി. സോ ഇത് കഴിഞ്ഞിട്ട് എന്താ റിയാലിറ്റി? നിങ്ങളിത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? നെക്സ്റ്റ് ലെവൽ, ഇനി നിങ്ങൾ ചോറ് കഴിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ മാറ്റിവെച്ച് എന്ത് ഫുഡാണോ അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനും ഒരു സാധനം ഒരിക്കലും കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ മെയിൻ ഫുഡാണ് പറയുന്നത്. ഇപ്പോൾ നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് വെജ് കഴിക്കുന്നവരുണ്ട്, അങ്ങനെയല്ല. ഇപ്പോൾ ചോറ് ഇനി ഒരിക്കലും കഴിക്കില്ല, അല്ലെങ്കിൽ ഒരു മെയിൻ കാര്യം, അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്. ആ ധാന്യവർഗ്ഗം കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ന്യൂട്രിയൻസ് നന്നായിട്ട് മീറ്റ് ചെയ്യുള്ളൂ. സോ അത് നമുക്ക് ഒരിക്കലും കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് നിങ്ങൾ റിട്ടേൺ ചെയ്യുമ്പോൾ, മീൻസ് മാറ്റിവെച്ച് ഈ ഫുഡ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പോയ വെയിറ്റ് ഡബിളായിട്ട് തിരിച്ചു കയറും. ഇപ്പം നിങ്ങളൊരു 10 kg ആണ് കുറച്ചതെങ്കിൽ 20 kg ആയിട്ട് റീഗെയിൻ ചെയ്യും. അത് പെട്ടെന്നാണ് ആ വെയിറ്റ് റീഗെയിൻ ചെയ്യുന്നതെങ്കിൽ അഫ്കോഴ്സ് അതിൻ്റെ കൂടെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസമോ മീൻസ് ലൈഫ് സ്റ്റൈൽ ഡിസീസോ ഒക്കെ കയറി വരാനായിട്ട് സാധ്യത കൂടുതലാണ്. സോ അങ്ങനെ നമുക്ക് ഹൈപ്പർ ടെൻഷനും ഈ റീഗെയിൻ ചെയ്യുന്ന വെയിറ്റിനോടൊപ്പം വരാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമ്മൾ വിളിച്ചു വരുത്തുന്നത്? സോ അതിൻ്റെ ആവശ്യമില്ല. അല്പം താമസിച്ചാലും, ഇപ്പോൾ ക്രാഷ് ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരു മാസം കൂടെ റിസൾട്ട് കിട്ടുമെങ്കിൽ, നമ്മൾ നോർമൽ ബാലൻസ് ഡയറ്റ് എടുക്കുമ്പോൾ അതൊരു 3 months ആവും, അത്രയേ ഉള്ളൂ. പക്ഷേ അതിൽ കൂടെ നിങ്ങൾക്ക് വേറെ ഡിസീസ് കണ്ടീഷനൊന്നും വരില്ല. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് വെയിറ്റ് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാനും ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ഗ്യാരണ്ടി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫുഡ് ക്രേവിങ്സിന് ഒരിക്കലും അതും കംപ്ലീറ്റ്ലി നോ പറയരുത്. ഫുഡ് ക്രേവിങ്സും ഈ സെയിം തന്നെയാണ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, അഫ്കോഴ്സ് നമുക്ക് ക്രേവിങ്സുകൾ ഉണ്ടാവും. സോ നമ്മൾ ഡയറ്റ് ആണ്, അതുകൊണ്ട് കംപ്ലീറ്റ്ലി നോ പറയുവാണെങ്കിൽ ഇതും ഈ സെയിം പോലെ നിങ്ങൾ വെയിറ്റ് ലോസ് കഴിഞ്ഞതിന് ശേഷവും ഈ ക്രേവിങ്സ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ആവും? ഇല്ല, നിങ്ങൾക്ക് അഗെയിൻ തിരിച്ചു വരും. എസ്പെഷ്യലി വിമൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, പീരീഡ്സിന് മുന്നേയും ശേഷവും അല്ലെങ്കിൽ ഇടയ്ക്കുമൊക്കെ ഷുഗർ ക്രേവിങ് സ്വാഭാവികമാണ് കേട്ടോ.
സോ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഈ ഒരു അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് പോലെയോ അല്ലെങ്കിൽ ഒരു ബേക്കറി ഐറ്റംസിൻ്റെ സ്വീറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കിപ്പോൾ ജാഗ്രി പൗഡറോ ഹണിയോ അങ്ങനത്തെ നമുക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, ആ ഷുഗറിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിട്ട് സാധിക്കും. സോ ഇതുപോലെ ഡൈവേർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫുഡ് ക്രേവിങ്സുകൾ ഡൈവേർട്ട് ചെയ്യുക, നോർമൽ ഫുഡ്സിനെ എടുക്കുക. പിന്നെ എടുത്തു പറയാനുള്ള നമ്മുടെ സോഷ്യൽ മാനേഴ്സാണ്, എസ്പെഷ്യലി പാർട്ടീസ്, മാരേജ് ഫങ്ഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റുകൾ വരുന്നത്. സോ ഇതൊക്കെ ഒരു സോഷ്യൽ മാനേഴ്സിൻ്റെ ഭാഗമാണ്. നമ്മൾ ആ ഒരു ഫുഡ് ഷെയർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാ പ്ലേസിലും പോയിട്ട് നമുക്ക് ഡയറ്റ് ആണ് പറ്റില്ല എന്ന് പറയുന്നത് നമുക്ക് എന്താ 1-2 തവണയൊക്കെ ഓക്കെ, അല്ലെങ്കിൽ 3-4 തവണ നമുക്കത് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാം. പക്ഷേ എല്ലാ തവണയും എല്ലാ ഫംഗ്ഷനും പോയിട്ട് അങ്ങനെ പറയാമെന്ന് പറയുന്നത് എനിക്കതിനോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചില സോഷ്യൽ ഫങ്ഷൻസിനൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ അടുത്ത ഫുഡ് എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കത് നല്ല രീതിയിലൊരു വെയിറ്റ് ലോസ് ചെയ്യാനും കുറഞ്ഞ വെയിറ്റിന് നിലനിർത്താനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു മാരേജ് ഫംഗ്ഷന് പോയി, അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളൊരു ബിരിയാണി കഴിച്ചു, നല്ല ബൊഫെ നമ്മൾ ഫാറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഡിന്നറിൽ എന്ത് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാം. എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡിന്നർ നോർമലായിട്ട് വിചാരിച്ചത് ചപ്പാത്തിയോ ചോറോ അങ്ങനെ എന്തെങ്കിലുമാണ്, അതിനെ നമുക്ക് മാറ്റിയിട്ട് ഒരു സാലഡ്സ് പോലെയോ അല്ലെങ്കിൽ ചിക്കൻ സാലഡ് പോലെയോ അല്ലെങ്കിൽ എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് സാലഡ് പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു ഓട്സ് ഉപ്മാവ് പോലെയോ, സോ കലോറി കുറച്ചിട്ടൊരു ഡിന്നറാക്കി അതിനെ മാറ്റിയാൽ ഓക്കെ, അത് സോൾവ് ആയി കഴിഞ്ഞു. നെക്സ്റ്റ് ഡേയിൽ വർക്കൗട്ടിൽ 2-3 മിനിറ്റ് കൂടുതൽ ചെയ്യാം. ഇത്രയും ചെയ്താൽ തന്നെ മതിയാവും. നമുക്ക് അതൊന്ന് കോമ്പൻസേറ്റ് ആണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഡയറ്റ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, സാക്രിഫൈസ് അല്ല, അതൊരു കോമ്പൻസേറ്റ് ആണ് കേട്ടോ. സോ ഒരു ഫുഡിന് അടുത്ത ഫുഡിൽ കോമ്പൻസേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓക്കെ ആയിക്കോളും. നെക്സ്റ്റ് പറയാൻ പോകുന്ന വർക്കൗട്ടിൻ്റെ കാര്യമാണ്. നിങ്ങൾ ജിമ്മിൽ പോകുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. നമ്മൾ റെഗുലറായിട്ടൊരു ഒരു അടുക്കും ചുട്ടയൊക്കെ വരും, നല്ലതാണ്. പക്ഷേ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് വേണ്ടി മാത്രമാണ് ജിമ്മ് നോക്കുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, വർക്കൗട്ട് ടൂ മച്ച് ആയിട്ട് ചെയ്യാതിരിക്കുക സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 3 അവറൊക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് കിട്ടും. പക്ഷേ വെയിറ്റ് ലോസ് കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ വീണ്ടും പതിയെ പോയ വെയിറ്റ് നേരത്തെ പറഞ്ഞ പോലെ റീഗെയിൻ ചെയ്യും. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴും ജിമ്മിലായാലും വീട്ടിലായാലും ലിമിറ്റഡ് ടൈം മാത്രം വെച്ച് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. സോ കംഫർട്ടബിളായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ടൈം മാത്രം മാറ്റി വയ്ക്കുക, അതിൽ കൂടുതൽ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാതിരിക്കുക. സോ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ഈ കോമ്പൻസേറ്റ് കറക്റ്റ് കലോറിക്ക് വെച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എല്ലാത്തിനും ഉപരി നിങ്ങളൊന്ന് പേഴ്സണലൈസ് ചെയ്ത് ഡയറ്റ് ചാർട്ട് ചെയ്തെടുത്താൽ മാത്രമേ ഇതൊക്കെ നമുക്ക് വർക്കൗട്ട് ആവുള്ളൂ കേട്ടോ. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്നറിയോ, വേറൊരാൾ ചെയ്യുന്ന ഡയറ്റിന് ഒരിക്കലും കോപ്പി ചെയ്യരുത്. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി വരും, അല്ലെങ്കിൽ നിങ്ങൾക്കത് ടൂ മച്ച് ആയിരിക്കും. അത് വേറെ ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസിലോട്ട് പോകും. സോ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. താങ്ക് യു.